Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. അവർ ഓണം എക്സാമിനേഷൻ ഈസ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. വളരെ കുറച്ച് ദിവസമേ എക്സാമിന് ബാക്കിയുള്ളൂ. അത് എപ്പോഴും നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് അത്ര എളുപ്പത്തിൽ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ അല്ല. ഫോർ ഇൻസ്റ്റൻസ് ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ചാപ്റ്ററിൽ നിന്ന്, നമ്മുടെ 2ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. നിങ്ങളായിരുന്നു ആ സിറ്റുവേഷനിലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഈ വീഡിയോ എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ നോക്കൂ. ഇത്രയും വലിയൊരു ചോദ്യമാണ് 2025 ഫസ്റ്റ് ടേം എക്സാമിന് ചോദിച്ചത്. ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഓർ ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. നമുക്ക് ആദ്യം ഈ സ്പീച്ചിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ, ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിഞ്ച ബാച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിഞ്ച 2.0 ബാച്ചിലേക്ക് ഇപ്പോഴും നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. ഓൾറെഡി നിഞ്ച ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ ഇത് അവർക്കൊരു റിവിഷൻ കൂടിയാണ്. കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ബാച്ചിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. നോക്കാം. Gandhiji's vision of an independent India revolved around the theme of non-violence. അതായത് ഡ്രീംസ് റിയലൈസർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മുഴുവൻ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഗാന്ധിയുടെ വിഷനെ കുറിച്ചാണ്. ഗാന്ധിജിയുടെ എന്തിനെ കുറിച്ചാണ്? വിഷനെ കുറിച്ചാണ്. അതായത് ഗാന്ധിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്തിനെ കുറിച്ച്? ഇൻഡിപെൻഡന്റ് ഇന്ത്യയെക്കുറിച്ച്, സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ, വിഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് പല രീതിയിൽ പറയുന്നത്. ആൻഡ് ദാറ്റ് റിവോൾവ്ഡ് അറൗണ്ട്, അത് എന്തിനൊക്കെ ചുറ്റുമാണുള്ളത്? അതായത് ഈ ഐഡിയ, ഈ ഒരു കോൺസെപ്റ്റ്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നോൺ വയലൻസ് ആണ്. ഒന്നെന്താണ്? നോൺ വയലൻസ് ആണ്, അഹിംസയാണ്. 2 യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആണ്, അല്ലെ? ഒരു എന്താ പറയുക, സാർവികമായിട്ടുള്ള സാഹോദര്യം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. സാർവത്രിക സാഹോദര്യം എന്നൊക്കെ മലയാളത്തിൽ പറയാം. ആൻഡ് എഡ്യൂക്കേഷൻ, മൂന്നാമത്തെ കാര്യം എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. He shared his views at one of the meetings. ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാനൊരു കോണ്ടന്റ് വീഡിയോ ഒക്കെ ഉള്ള കാരണം ഈ ക്വസ്റ്റ്യൻ എത്ര ട്രിക്കിയാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നോക്കൂ, നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നായാലും ഡ്രീംസ് റിയലൈസർ എന്നായാലും അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്നായാലും ഈ ചാപ്റ്റേഴ്സിനൊക്കെ വളരെ ട്രിക്കി ആയിട്ട് ഇതുപോലുള്ള വലിയ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെയൊക്കെ നിങ്ങളോട് എനിക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ പാനിക് ആവാതിരിക്കുക എന്നുള്ളതും നിങ്ങൾ പഠിച്ച കാര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതുമാണ്. ചോദ്യം പല രീതിയിൽ ചോദിച്ചോട്ടെ, പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് തന്നു. എന്താ ജനറൽ സ്റ്റേറ്റ്മെന്റ്? ഗാന്ധിക്ക് ഇൻഡിപെൻഡന്റ് ഇന്ത്യയെ കുറിച്ചൊരു വിഷൻ ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അത് എന്തിൻ്റെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാഴ്ചപ്പാടാണ്? നോൺ വയലൻസ്, യൂണിവേഴ്സൽ ബ്രദർഹുഡ്, എഡ്യൂക്കേഷൻ. ശരി, അതവിടെ കിടന്നോട്ടെ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ he shared his views at one of the meetings in England. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മളൊരു സ്പീച്ച് എഴുതാൻ പറയുമ്പോൾ അത് ആര് പറയുന്നത് പോലെയാണ് എഴുതേണ്ടത്? നമ്മൾ പറയുന്ന പോലെയാണോ? അല്ല, ഗാന്ധി പറയുന്ന പോലെയാണ്. സാർക്ക് എങ്ങനെയാ മനസ്സിലായത്? എടാ, ഇവിടെ പറയുന്നുണ്ട് he shared his views. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. ഇൻ വൺ ഓഫ് the meetings in England as mentioned in the extract Dreams Realizer. So Dreams Realizer എന്ന് പറഞ്ഞ എക്സ്ട്രാക്റ്റിൽ, അതായത് അതൊരു വലിയ ടെക്സ്റ്റിൽ നിന്നെടുത്തൊരു ചെറിയ ഭാഗമാണ്, അതുകൊണ്ടാണ് എക്സ്ട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ സ്പീച്ചിൽ എഴുതേണ്ടത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം, കാരണം അതാണല്ലോ നമ്മൾ പഠിച്ചത്. നമുക്കതിൻ്റെ സമ്മറിയും ഡീറ്റെയിൽഡ് സിനോപ്സിസ് ഒക്കെ അറിയാം. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്. സോ ഇവിടെ ഗാന്ധിജി പ്രസന്റ് ചെയ്യുന്ന, ഗാന്ധിജി അവതരിപ്പിക്കുന്ന ഒരു സ്പീച്ചാണ് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞത്. ടെൻഷൻ ആവുമൊന്നും വേണ്ട. 7 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് കോണ്ടന്റ് അല്ല, എഴുതുന്ന കാര്യത്തിൽ നല്ല ക്ലാരിറ്റി വേണം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, സൂചനകൾ തന്നിട്ടുണ്ട്. മെസ്സേജ് ഓഫ് നോൺ വയലൻസ്, നോ വെപ്പൺ, ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ ത്രൂ ക്യാരക്ടർ ബിൽഡിംഗ്, നോട്ട് പാക്കിംഗ് ബ്രെയിൻസ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. സോ ഇതൊക്കെ അല്ലേ, റിങ്സ് എ ബെൽ. നമ്മൾ പഠിച്ച ആളുകൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടാവും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഈ ചോദ്യത്തിന് ആൻസർ എഴുതുക? ചോദ്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ആൻസർ നമ്മൾ വളരെ സിമ്പിളായിട്ട് എഴുതുന്നു. സോ ഒരുപാട് ഡെക്കറേറ്റീവായിട്ടൊരു ബിഗിനിങ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇങ്ങനെയാണ് ഗാന്ധി തുടങ്ങുന്നത് എന്ന് വിചാരിക്കും.
ഐ ആം ഹാപ്പി ടു ബി വിത്ത് യു ടുഡേ. ഐ ആം ഹാപ്പി ടു ബി വിത്ത് യു ടുഡേ. നിങ്ങളുടെ കൂടെ ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ, സംസാരിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നൊരു കാര്യം പറയാം. എന്താണ്? ഐ ഹാവ് കം ടു ഷെയർ മൈ തോട്ട്സ് ഓൺ നോൺ വയലൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് അറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്. ഒന്ന് നോൺ വയലൻസ് ആണ്, ഒന്ന് നോൺ വയലൻസും എഡ്യൂക്കേഷനും തമ്മിലുള്ള കണക്ഷനാണ്, പിന്നെ എന്താണ്, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സേഫ് ആയിട്ട് ഈ പറയുന്ന റോൾ ഓഫ് വിമൺ ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം ക്വസ്റ്റ്യനിൽ എവിടെയും റോൾ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യൻ ഇൻ ഇന്ത്യൻ വിമൺ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാർ ഇതെന്താ സാർ ഈ പറയുന്നത്? ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചവർക്ക് അറിയാം. ഈ ടെക്സ്റ്റ് ബുക്കിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് എന്ത്, റോൾ ഓഫ് വിമൺ ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സ്ത്രീകളുടെ പങ്ക്. അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2025 ഈ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ റോൾ ഓഫ് എന്താ പറയുക ഇന്ത്യൻ വിമൺ ഇൻ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനായിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇതിലതില്ല. ഇനി അപ്പോൾ ഞാൻ എന്താണ്, ഐ ഹാവ് കം ടു ഷെയർ മൈ തോട്ട്സ് ഓൺ, ഇന്ന കാര്യത്തിലൊക്കെ എൻ്റെ തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതുവരെ ഓക്കെ. ബാക്കി നമ്മൾ പഠിച്ചത് എഴുതുക. എന്തൊക്കെയാണ്? ഐ ബിലീവ് ദാറ്റ്. ഗാന്ധി പറയുന്നത് പോലെ എഴുതണം. ഐ ബിലീവ് ദാറ്റ്, അല്ലേ? അങ്ങനെ തന്നെ എഴുതണം. ഗാന്ധിയാണ് ഇവിടെ സംസാരിക്കുന്നത്. സോ ഐ ബിലീവ് ദാറ്റ് എന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? നോൺ വയലൻസ് ഈസ് ദ വെപ്പൺ ഓഫ് ദ സ്ട്രോങ്, നോട്ട് ദ വീക്ക്. ഈ ചാപ്റ്റർ ആര് പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുന്ന ഒരു പോയിന്റ് ആണെന്ത്, നോൺ വയലൻസ് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള, ദുർബലരായിട്ടുള്ള മനുഷ്യരുടെ എന്തല്ല, ആയുധം, വെപ്പണല്ല, സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ വെപ്പണാണ്. ദെൻ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഫിസിക്കൽ സ്ട്രെങ്ത്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഫിസിക്കൽ സ്ട്രെങ്ത്. നിങ്ങൾക്ക് നോൺ വയലൻസ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത്, മസിൽ പവർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് റിക്വയർസ് എ സ്ട്രോങ് ഹാർട്ട്. എന്തുണ്ടായാൽ മതി? ഒരു സ്ട്രോങ് ഹാർട്ട് ഉണ്ടായാൽ മതി എന്ന് ഗാന്ധി പറയുന്നു. റിയൽ കറേജ് ഈസ് ടു ഫേസ് അറ്റാക്സ് വിത്തൗട്ട് ഫൈറ്റിംഗ് ബാക്ക്. അല്ലേ, ദ ഗ്രേറ്റസ്റ്റ് ഫോം ഓഫ് ബ്രേവറി എന്ന് പറയുന്നത് ഗാന്ധി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ദ ഗ്രേറ്റസ്റ്റ് ഫോം ഓഫ് ബ്രേവറി എന്ന് പറയുന്നത് എന്താണ്? ടു ഫേസ് അറ്റാക്സ് വിത്തൗട്ട് ഫൈറ്റിംഗ് ബാക്ക്. തിരിച്ചടിക്കാതെ അറ്റാക്സ് എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിച്ചു പോയവർക്ക് ഓർമ്മയുണ്ടാവും. ടു endure the lathi blows without retaliating, to endure the blows of the adversaries without retaliating. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല, endure എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നാണ്, ബ്ലോസ് എന്ന് പറഞ്ഞാൽ പ്രഹരങ്ങൾ എന്നാണ്, ദെൻ എന്താ പറയുക, അഡ്വേഴ്സറീസ് എന്ന് പറഞ്ഞാൽ എനിമീസ് എന്നാണ്, റിട്ടാലിയേറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുക എന്നാണ്. സോ തിരിച്ചടിക്കാതെ, ഫൈറ്റ് ബാക്ക് ചെയ്യാതെ നിങ്ങളുടെ എനിമീസിൻ്റെ, നിങ്ങളുടെ അഡ്വേഴ്സറീസിൻ്റെ ബ്ലോസ്, അടികൾ എന്ത് ചെയ്യുക, എൻഡ്യൂർ ചെയ്യുക, സഹിക്കുന്നതാണ് എന്ത്, ഗ്രേറ്റസ്റ്റ് ഫോം ഓഫ് ബ്രേവറി എന്ന് നമ്മൾ നിഞ്ച ബാച്ചിൽ അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞതാണ്. ദെൻ ദിസ് ഈസ് ദ പാത്ത് ദാറ്റ് ഇന്ത്യ ഹാസ് ചോസൺ. അദ്ദേഹം പറയാണ്, ഗാന്ധി പറയാണ്, ഇതാണ്, ഈ വഴിയാണ് ഇന്ത്യ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചൂസ് ചെയ്തിട്ടുള്ളത്. ഐ ഡ്രീം ഓഫ് ഇന്ത്യ വെർ ഓൾ പീപ്പിൾ ലീവ് ആസ് വൺ ഫാമിലി. ഞാൻ സ്വപ്നം കാണുന്നൊരു ഇന്ത്യ ഉണ്ടല്ലോ, അവിടെ എല്ലാ മനുഷ്യരും ഒരു ഫാമിലി പോലെ ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്വപ്നം കാണുന്നത്. നോ നാഷൻ ഷുഡ് എക്സ്പ്ലോയിറ്റ് അനദർ നേഷൻ. നോക്കൂ, ഗാന്ധിജിയുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മറ്റൊരു രാജ്യത്തെയും എന്ത് ചെയ്യാതിരിക്കുക, എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ, ചൂഷണം ചെയ്യാതെ, മറ്റൊരു രാജ്യത്തിൻ്റെ മുകളിലും അധികാരം പ്രയോഗിക്കാതെ, ഡോമിനേറ്റ് ചെയ്യാതെ, ഒരു ഇൻഡിവിജ്വലിനെ പോലും ചൂഷണം ചെയ്യാതെ ആയിരിക്കണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. അല്ലാതെ ആരെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്ത്, ആരെങ്കിലും ഡോമിനേറ്റ് ചെയ്തുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഗാന്ധി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഈ പോയിന്റ് ഓർമ്മിച്ചു വെക്കുക. എന്താണ്? നോ നേഷൻ ഷുഡ് എക്സ്പ്ലോയിറ്റ് അനദർ നേഷൻ. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ എന്ത് ചെയ്യരുത്, എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. ആൻഡ് നോ പേഴ്സൺ ഷുഡ് എക്സ്പ്ലോയിറ്റ് അനദർ പേഴ്സൺ. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ എന്ത് ചെയ്യരുത്, എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. വി മസ്റ്റ് ട്രീറ്റ് എവ്രി വൺ വിത്ത് ലവ്. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം, സ്നേഹത്തോടുകൂടെ, റെസ്പെക്റ്റോടുകൂടെ, ഇക്വാലിറ്റിയോടുകൂടെ ട്രീറ്റ് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗാന്ധി പറയും. ദിസ് ഈസ് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. കാരണം ചോദ്യത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സൽ ബ്രദർഹുഡ് അല്ലെങ്കിൽ സാർവത്രികമായ സാഹോദര്യം എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താണ്, ലോകത്തിലെ എല്ലാ മനുഷ്യരും നിങ്ങളുടെ സഹോദരന്മാരാണ്. സോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും നിങ്ങളുടെ സ്നേഹത്തോടുകൂടെ, റെസ്പെക്റ്റോടുകൂടെ, ഇക്വാലിറ്റിയോടുകൂടെ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. ഇതാണ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്നത്. ഇനി 7 മാർക്കാണ്, അപ്പോൾ കോണ്ടന്റ് ഇച്ചിരി വേണം. ഐ ഓൾസോ ബിലീവ് ദാറ്റ്. ഇതാണ് അടുത്ത പോയിന്റ്. എന്ത്? ട്രൂ എഡ്യൂക്കേഷൻ ബിൽഡ്സ് ഗുഡ് ക്യാരക്ടർ. ട്രൂ എഡ്യൂക്കേഷൻ, അതായത് ട്രൂ എഡ്യൂക്കേഷൻ്റെ പേർപ്പസ്, ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ക്യാരക്ടർ, നല്ല സ്വഭാവം എന്ത് ചെയ്യലാണ്, ബിൽഡ് ചെയ്യലാണ്. നോട്ട് ജസ്റ്റ് നോളജ്, വെറും നോളജ് ബിൽഡ് ചെയ്യൽ മാത്രമല്ല, നോളജ് ബിൽഡ് ചെയ്യൽ മാത്രമല്ല എന്നാണ്, നോളജ് ബിൽഡ് ചെയ്യലേ അല്ല എന്നല്ല.
റിയൽ എഡ്യൂക്കേഷൻ ഡസ് നോട്ട് മീൻ പാക്കിംഗ് അവർ ബ്രെയിൻസ് വിത്ത് ഫാക്ട്സ്. അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, പാക്കിംഗ് അവർ ബ്രെയിൻസ് വിത്ത് ഫാക്ട്സ്. സോ റിയൽ ഓപ്ഷൻ അല്ല, ഹിൻസിൽ റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തല്ല, നമ്മുടെ ബ്രെയിനിനെ ഫാക്ട്സും ഫിഗേഴ്സും വെച്ച് നിറയ്ക്കലോ അല്ല. ഇറ്റ് ഷുഡ് മേക്ക് അസ് ഓണസ്റ്റ്, കൈൻഡ് ആൻഡ് റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീങ്സ്. അതായത് നമ്മുടെ സ്വഭാവം, നല്ല ക്യാരക്ടർ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ നമ്മളെ എന്താക്കണം, സത്യസന്ധരാക്കണം, കൈൻഡ്, ദയുള്ള മനുഷ്യരാക്കണം, റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീങ്സ്, ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യരാക്കി തീർക്കണം. ഇതാണ് ഗുഡ് ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ എഴുതുന്നു. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് എഴുതാം, അല്ലെങ്കിൽ ഞാൻ എഴുതിയ പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്വീക്ക് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ എഴുതാം. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷെ ഒരു സ്പീച്ച് ആയതുകൊണ്ട് നമ്മൾ ഇതിനൊരു പ്രോപ്പർ കൺക്ലൂഷൻ കൊടുക്കണം. എൻ്റെ കൺക്ലൂഷൻ ഇതാണ്: ഇഫ് വി ഫോളോ ദ പാത്ത് ഓഫ് നോൺ വയലൻസ്, ഓക്കെ, നമ്മൾ നോൺ വയലൻസിൻ്റെ, ഇക്വാലിറ്റിയുടെ, ഗുഡ് ക്യാരക്ടറിൻ്റെ പാത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ബിൽഡ് എ സ്ട്രോങ് ആൻഡ് പീസ്ഫുൾ ഇന്ത്യ. നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ലെറ്റ് us വർക്ക് ടുഗെദർ ടു മേക്ക് ദിസ് ഡ്രീം എ റിയാലിറ്റി. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് വർക്ക് ചെയ്യാം. ലെറ്റ് us വർക്ക് ടുഗെദർ. എന്തിന്? ടു മേക്ക് ദിസ് ഡ്രീം എ റിയാലിറ്റി. ഈ ഡ്രീമിനെ, ഈ സ്വപ്നത്തെ റിയലൈസ് ചെയ്യാൻ, റിയാലിറ്റി ആക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. താങ്ക് യു, അല്ലെങ്കിൽ ഒരു ജയ് ഹിന്ദ് ഒക്കെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഐ ഹോപ്പ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തുടക്കത്തിൽ തോന്നുന്ന ഒരു ചോദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ ആൻസർ ചെയ്യുന്നു. ആൻഡ് ഞാൻ വിശ്വസിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ച് സാർ, സൈനിങ് ഓഫ് ഫ്രം Xylem ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവ്രിവൺ.